ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള ആയുധ നിർമ്മാണശാലയിൽ നിർമ്മിച്ച പുതിയ ബ്രഹ്മോസ് മിസൈലിൻ്റെ ആദ്യ ബാച്ച് സൈന്യത്തിന് കൈമാറിക്കൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞ വാക്കുകൾ യുദ്ധപരാജയങ്ങളിൽ നിന്ന് ഇനിയും പാഠം പഠിക്കാത്ത പാകിസ്ഥാനുള്ള കനത്ത മുന്നറിയിപ്പാണ്. ബ്രഹ്മോസ് അതിവേഗ ക്രൂയിസ് മിസൈലിൻ്റെ അതിശക്തമായ പ്രഹരശേഷിയും ദൂരപരിധിയും സംബന്ധിച്ച് പാകിസ്ഥാന് മനസ്സിലാവുന്ന ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് രാജ്നാഥ് സിംഗ് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മിസൈൽ വിഭാഗങ്ങളിൽ ഒന്നായാണ് ബ്രഹ്മോസ് കണക്കാക്കപ്പെടുന്നത്. ഭാരതത്തിലെ പ്രതിരോധ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണാണ് ബ്രഹ്മോസ് മിസൈലിൻ്റെ പുതിയ പതിപ്പ്. ഇപ്പോൾ പാകിസ്ഥാനിലെ ഓരോ ഇഞ്ചും ബ്രഹ്മോസിൻ്റെ പരിധിക്കുള്ളിലാണ് എന്നും ഓപ്പറേഷൻ സിന്ദൂർ അതിൻ്റെ തെളിവാണ് എന്നും പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. വിജയം ഇപ്പോൾ ഭാരതത്തിന് ഒരു ശീലമായി മാറിയിരിക്കുന്നുവെന്നും രാജ്യം അതിൻ്റെ പ്രതിരോധ ശേഷി കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നുള്ള പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ നമ്മുടെ രാജ്യത്തോട് ശത്രുത കൊണ്ട് നടക്കുന്ന എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു ട്രെയിലറായിരുന്നു. അതിലൂടെ ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ജമ്മു കശ്മീരിലെ പഹൽഗാമിലെ നിരപരാധികളായ നിരവധി ഹിന്ദുക്കളെ ഇസ്ലാമിക ഭീകരവാദികൾ മതം നോക്കി കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി പാകിസ്ഥാനിൽ ഭാരതം സൃഷ്ടിച്ച 4 ദിവസത്തെ സൈനിക നടപടി ആ രാജ്യം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അതിൻ്റെ ഓർമ്മ തന്നെ അവരെ ഭയപ്പെടുത്തുകയും ചെയ്യും. അത്രയ്ക്ക് ശക്തമായിരുന്നു ആ തിരിച്ചടി. അന്ന് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് അതിർത്തിക്കപ്പുറമുള്ള ലക്ഷ്യങ്ങൾ ഭാരത സൈന്യം ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ഭാരതവും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് മിസൈലിന് ശബ്ദത്തിൻ്റെ 3 ഇരട്ടിയോളം വേഗതയിൽ 500 കിലോമീറ്റർ വരെ അകലെയുമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി തൊടാനുള്ള ശേഷിയുണ്ട്. ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ മിസൈലിൻ്റെ പുതിയ വകഭേദത്തിന് 800 കിലോമീറ്റർ ദൂരം വരെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഭൂമി, ആകാശം, സമുദ്രം എന്നിവയിൽ നിന്നെല്ലാം വിക്ഷേപിക്കാനുള്ള ബ്രഹ്മോസ് മിസൈലിൻ്റെ കഴിവ് ഭാരത സായുധ സേനയ്ക്ക് അത്യന്തം വിപുലമായ കരുത്ത് സമ്മാനിക്കുന്നുണ്ട്. ഈ മിസൈലിൻ്റെ 3 വകഭേദങ്ങളും നമ്മുടെ സേന ഇപ്പോൾ തന്നെ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇതിന് പരമ്പരാഗത പോർമുനയും മാർഗനിർദ്ദേശ സംവിധാനവുമുണ്ട്. അതിവേഗത്തിൽ ദീർഘദൂര ലക്ഷ്യങ്ങളെ തൊടാനുള്ള കഴിവുണ്ട്. വേഗത, കൃത്യത, ശക്തി ഈ 3 ഗുണങ്ങളുടെ സംയോജനമാണ് ബ്രഹ്മോസിനെ ലോകത്തിലെ മികച്ച സംവിധാനങ്ങളിൽ ഒന്നാക്കുന്നത്. ഇതിനാലാണ് ഈ മിസൈൽ നമ്മുടെ സായുധ സേനയുടെ നട്ടെല്ലായി മാറിയിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ ഭാരതത്തിൻ്റെ വളരുന്ന ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദന ശേഷിയുടെ ഉജ്ജ്വലമായ പ്രതീകമാണ്. ഹൈദരാബാദിലെ ആയുധ നിർമ്മാണശാല കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണശാലയാണ് ലക്നൌവിലേത്. ഉദ്ഘാടനം കഴിഞ്ഞ് വെറും 5 മാസത്തിനുള്ളിൽ ബ്രഹ്മോസിൻ്റെ പുതിയ പതിപ്പ് സൈന്യത്തിന് കൈമാറാൻ കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണ്. ലക്നൌവിലെ ശാലയിൽ വർഷം തോറും 100 മിസൈൽ വീതം നിർമ്മിക്കാൻ കഴിയും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ 3000 കോടി രൂപയുടെ ടേൺ ഓവറാണ് ലക്ഷ്യമിടുന്നത്. ബ്രഹ്മോസ് വെറും ഒരു മിസൈൽ മാത്രമല്ല, ഭാരതത്തിൻ്റെ വളരുന്ന ആഭ്യന്തര ശേഷികളുടെ പ്രതീകവുമാണ് എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഭാരതത്തിൽ പ്രതിരോധ മേഖല ഇതുവരെ ഒരു ഇറക്കുമതിക്കാരനായിരുന്നു. ഇപ്പോൾ കയറ്റുമതിക്കാരനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങളുടെ കാര്യത്തിൽ ഭാരതം ഇപ്പോൾ സ്വീകരിക്കുന്നവനല്ല, നൽകുന്നവനാണ്. ബ്രഹ്മോസ് ഫിലിപ്പീൻസിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബ്രസീൽ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളും ഭാരതത്തിൻ്റെ ആയുധങ്ങൾ വാങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് എയറോസ്പേസ് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ 4000 കോടി രൂപയുടെ കരാറുകളാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഭാരതത്തെ വെല്ലുവിളിച്ചാൽ, കടന്നാക്രമിച്ചാൽ പാകിസ്ഥാൻ എന്നല്ല ഏത് രാജ്യവും അതിൻ്റെ വില നൽകേണ്ടി വരിക തന്നെ ചെയ്യും.